Today we will talk about the fourth ventricle. Fourth ventricle എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ആയിട്ടാണ് ചോദിക്കാറ്. ഡിസ്ക്രിപ്ഷന് വേണ്ടി ഫോർത്ത് വെൻട്രിക്കിളിന് നമുക്ക് പല ഹെഡിങ്സിൻ്റെ അടിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒന്ന്, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ ക്യാവിറ്റി ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിൾ, ഫ്ലോർ ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിൾ, ലാറ്ററൽ വാൾസ്, റൂഫ് ആൻഡ് ക്ലിനിക്കൽ കോറിലേഷൻസ്. എല്ലാ ഹെഡിങ്സിൻ്റെയും കൂടെ നമുക്ക് പറ്റുന്നതുപോലെ മാക്സിമം ഡയഗ്രംസ് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഫോർ ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ഫോർത്ത് വെൻട്രിക്കിൾ എന്താണെന്ന് പറയാം. ഫോർത്ത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പേസ് സിറ്റുവേറ്റഡ് ഡോർസൽ ടു ദ പോൺസ് ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് മെഡുല ആൻഡ് വെൻട്രൽ ടു ദ സെറിബെല്ലം. ഇനി ക്യാവിറ്റി ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിളിനെ കുറിച്ച് പറയുമ്പോൾ, ക്യാവിറ്റി ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിൾ ഇൻഫീരിയർലി സെൻട്രൽ കനാലായിട്ടും സുപ്പീരിയർലി സെറിബ്രൽ അക്വിഡക്റ്റ് വഴി തേർഡ് വെൻട്രിക്കിളായിട്ടും കണക്റ്റഡ് ആണ്. The cavity of the fourth ventricle is connected with a subarachnoid space. ഫസ്റ്റ് കണക്ഷൻ വരുന്നത് റൂഫിൻ്റെ ലോവർ പാർട്ടിൽ കാണപ്പെടുന്ന മീഡിയൻ അപ്പർച്ചർ വഴിയാണ്. ഈ മീഡിയൻ അപ്പർച്ചറിന് നമുക്ക് ഫോറാമൻ ഓഫ് മാജന്തീൻ എന്നും വിളിക്കാൻ സാധിക്കും. അതിലൂടെ ഫോർത്ത് വെൻട്രിക്കിൾ സബ് എറക്നോയിഡ് സ്പേസ് ഓഫ് സെറിബെല്ലോ മെഡുലറി സിസ്റ്റേണ ാണ് കണക്ഷൻ കാണിക്കുന്നത്. ഈ സിസ്റ്റേണയെ നമുക്ക് സിസ്റ്റേണ മാഗ്ന എന്നും വിളിക്കാം. കൂടാതെ ഫോർത്ത് വെൻട്രിക്കിൾ ലാറ്ററൽ അപ്പർച്ചർ അല്ലെങ്കിൽ ഫോറാമൻ ഓഫ് ലഷ്ക വഴി സബ് എറക്നോയിഡ് സ്പേസ് ഇൻ ദ റീജിയൻ ഓഫ് സെറിബെല്ലോ പോണ്ടൈൻ ആംഗിൾ ആയിട്ടും കണക്ഷൻ കാണിക്കുന്നു. ഇങ്ങനെയുള്ള കണക്ഷൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, വെൻട്രിക്കുലാർ സിസ്റ്റത്തിൽ നിന്ന് സബ് എറക്നോയിഡ് സ്പേസിലേക്ക് CSF പോകുന്നത് ഈ അപ്പർച്ചേഴ്സിലൂടെയാണ്. സബ് എറക്നോയിഡ് സ്പേസിൽ വെച്ച് എറക്നോയിഡ് വില്ലായി ആൻഡ് ഗ്രാനുലേഷൻ വഴി ഈ CSF അബ്സോർബ് ചെയ്യപ്പെടുന്നു. ക്യാവിറ്റി ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിലെ എക്സ്റ്റൻഷൻസ്. ഈ എക്സ്റ്റൻഷൻസിനെ നമുക്ക് റിസസ്സുകൾ എന്ന് വിളിക്കാം. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ആർ ദ 2 ലാറ്ററൽ റിസസ്സസ്. കൂടാതെ ഒരു മീഡിയൻ ഡോർസൽ റിസസ്സും അതിനുണ്ട്. Now let's talk about the talia choroidea and the choroid plexus. Talia choroidea എന്ന് പറയുന്നത് is a thin, highly vascularized, loose connective tissue portion of pia mater that gives rise to the choroid plexus. Choroid plexus എന്ന് പറയുന്നത് is a tuft of capillaries that project into the cavity of the fourth ventricle. അതിൻ്റെ ബ്ലഡ് സപ്ലൈ വരുന്നത് പോസ്റ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നാണ്. കൊറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്നത് T-ഷേപ്ഡ് ആണ്. അതിനൊരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലിംബ് ഉണ്ട്. വെർട്ടിക്കൽ ലിംബ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, with the right and left plexus and foramen of Magendale intervening between the two. Horizontal limb of the plexus either സൈഡിൽ lateral recessലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും lateral aperture വഴി സബ് എറക്നോയിഡ് സ്പേസിലേക്ക് പ്രൊട്രൂഡ് ചെയ്യുകയും ചെയ്യുന്നു. Moving on to the next heading, we can talk about the floor of the fourth ventricle. അതിൻ്റെ പ്രത്യേകമായ ഷേപ്പ് കാരണം ഫ്ലോർ ഓഫ് ദി ഫോർത്ത് വെൻട്രിക്കിളിനെ നമ്മൾ റോംബോയിഡ് ഫോസ എന്നാണ് വിളിക്കുന്നത്. Its upper triangular part is formed by the posterior surface of pons and the lower triangular part is formed by the posterior surface of medulla. Intermediate part എന്ന് പറയുന്നത് it's a junction between the medulla and the pons. Intermediate regionൽ median sulcus തുടങ്ങി inferior cerebellar പിടങ്ങളിലേക്ക് പോകുന്ന transversely running glistening white fibers കാണപ്പെടും. അതിനെ നമ്മൾ സ്ട്രയ മെഡുലാറിസ് എന്നാണ് വിളിക്കുന്നത്. ഫ്ലോറിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ സെറിബ്രൽ അക്വിഡക്റ്റ് മുതൽ സെൻട്രൽ കനാലിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു നാരോ മിഡ് ലൈൻ ഗ്രൂവ് കാണാം. അതിനെ നമുക്ക് മീഡിയൻ സൾക്കസ് എന്ന് വിളിക്കാം. മീഡിയൻ സൾക്കസിന് തൊട്ട് ലാറ്ററലി കാണുന്ന ഒരു ലോങ്റ്റിറ്റ്യൂഡിനൽ എമിനൻസ് ആണ് മീഡിയൻ എമിനൻസ്. ദിസ് മീഡിയൻ എമിനൻസ് ഇസ് ബൗണ്ടഡ് ലാറ്ററലി ബൈ ദ സൾക്കസ് ലിമിറ്റൻസ്. സൾക്കസ് ലിമിറ്റൻസിന് ലാറ്ററൽ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ ഏരിയ ആണ്. വെസ്റ്റിബുലാർ ഏരിയ ഓവലൈസ് ദ വെസ്റ്റിബുലാർ ന്യൂക്ലിയർ. വെസ്റ്റിബുലാർ ഏരിയ എന്ന് പറയുന്നത് പാർട്ട്ലി പോൺസിലും പാർട്ട്ലി മെഡുലയിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പർ പാർട്ട് ഓഫ് സൾക്കസ് ലിമിറ്റൻസ് വൈഡൻ ചെയ്ത് ഒരു ട്രയാങ്കുലർ ഡിപ്രഷൻ ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സുപ്പീരിയർ ഫോവിയ. സുപ്പീരിയർ ഫോവിയൻ്റെ മുകളിൽ സൾക്കസ് ലിമിറ്റൻസ് ഫ്ലാറ്റൻ ഔട്ട് ചെയ്ത് ഒരു ബ്ലൂയിഷ് ഗ്രേ ഏരിയ കോൾഡ് ലോക്കസ് സെറൂലിയസ് ഉണ്ടാക്കും. ഈ ഏരിയ ബ്ലൂയിഷ് ഗ്രേ കളർ ആവാനുള്ള കാരണം അതിൻ്റെ താഴെ കാണപ്പെടുന്ന മെലാനിൻ പിഗ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന നെർവ് സെൽസ് ആണ്, വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റാൻഷ്യ ഫ്രിജിനിയ. സൾക്കസ് ലിമിറ്റൻസിൻ്റെ ലോവർ പോർഷൻ എന്ന് പറയുന്നത് അവിടെയും ഒരു സ്മോൾ ഡിപ്രഷൻ കാണാം.
അതിനെ നമ്മൾ ഇൻഫീരിയർ ഫോവിയ എന്ന് വിളിക്കുന്നു. മീഡിയൻ എമിനൻസിൻ്റെ പോണ്ടൈൻ പാർട്ടിൽ അറ്റ് ദ ലെവൽ ഓഫ് സുപ്പീരിയർ ഫോവിയ നമുക്ക് ഫേഷ്യൽ കോളിക്കുലസ് കാണാം. ഫേഷ്യൽ കോളിക്കുലസ് ഇസ് എ സ്വെല്ലിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻറ്റേർണൽ ജെനു ഓഫ് ദ ഫേഷ്യൽ നെർവ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോട്ടോർ ന്യൂക്ലിയസ് ഓഫ് ദ ഫേഷ്യൽ നെർവിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഫൈബേഴ്സ് എബ്ഡ്യൂസൻ ന്യൂക്ലിയസിന് ചുറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ് ഫേഷ്യൽ കോളിക്കുലസ്. ഇൻഫീരിയർ ഫോവിയയിൽ നിന്ന് ഒബ്ലിക്ലി ടുവേർഡ്സ് ദ മിഡ് ലൈൻ ഒരു സൾക്കസ് പാസ് ചെയ്യുന്നുണ്ട്. അത് മീഡിയൽ എമിനൻസിൻ്റെ മെഡുലറി പാർട്ടിനെ വേഗൽ ട്രയാങ്കിളും ഹൈപ്പോഗ്ലോസൽ ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹൈപ്പോഗ്ലോസൽ ട്രയാങ്കിളാണ് മീഡിയലി കാണുന്നത്, വേഗൽ ട്രയാങ്കിൾ ലാറ്ററലിയും കാണാം. വേഗൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇസ് ക്രോസ്ഡ് ബൈ എ നാരോ ട്രാൻസ്ലൂസൻറ്റ് റിഡ്ജ് കോൾഡ് ഫ്യൂണിക്കുലസ് സെപ്പറൻസ്. ഈ ഫ്യൂണിക്കുലസ് സെപ്പറൻസിനും ഗ്രേസാൽ ട്യൂബർക്കിളിനും ഇടയിലുള്ള ഏരിയനെ നമ്മൾ ഏരിയ പോസ്ട്രിമ എന്നാണ് വിളിക്കുന്നത്. Infralateral margins of the fourth ventricle are marked by a narrow white ridge called tinea. രണ്ട് ടീനിയയും മീറ്റ് ചെയ്യുന്ന ഇൻഫീരിയർ ആംഗിളിൽ ഒരു സ്മോൾ ഫോൾഡ് കാണാം. അതിൻ്റെ പേരാണ് ഒബെക്സ്. ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ ഫോർത്ത് വെൻട്രിക്കിൾ കലാമസ് ക്രിപ്റ്റോറിയസ് എന്നാണ് വിളിക്കപ്പെടുന്നത്, ഡ്യൂ ടു ഇറ്റ്സ് റെസിംബ്ലൻസ് ടു ദ നിബ് ഓഫ് എ പെൻ. മൂവിംഗ് ഓൺ ടു ദ lateral walls of the fourth ventricle, upper part of the lateral wall of the fourth ventricle is made up of superior cerebellar peduncles, and the lower part is made up of the inferior cerebellar peduncles, supplemented by the gracile and the cuneate tubercles. Roof of the fourth ventricle is tent-shaped with an upper and lower part that meets at the apex. ഈ apex cerebellത്തിന്റെ white core-ലേക്ക് extend ചെയ്യുന്നു. Upper part of the roof is formed by superior medullary velum. Superior medullary velum എന്ന് പറയുന്നത് it's a thin sheet of white matter that stretches between the two superior cerebellar peduncles. ഇതേപോലെ lower part of the roof is formed by a thin sheet of non-nervous tissue called inferior medullary velum, which is formed by the ventricular ependyma and the pia mater. Talking about the clinical correlation of the fourth ventricle, we can make a mention of the medulloblastoma and the ependyma. Medulloblastoma എന്ന് പറയുന്നത് ഫോർത്ത് വെൻട്രിക്കിളിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ട്യൂമറാണ്, and it arises from the poorly differentiated primitive neuroectodermal cells of cerebellar vermis. മെഡുലോബ്ലാസ്റ്റോമയെക്കുറിച്ച് പറയുമ്പോൾ it is highly malignant and can produce the signs and symptoms of cerebellar lesion. ഈ ട്യൂമർ ഫോർത്ത് വെൻട്രിക്കിളിൻ്റെ ഫ്ലോറിലുള്ള വൈറ്റൽ സ്ട്രക്ചേഴ്സിനെ പ്രസ് ചെയ്യുകയും അങ്ങനെ കാർഡിയാക് ഇറഗുലാരിറ്റീസ്, ടാക്കിക്കാർഡിയ, ഇറഗുലർ റെസ്പിറേഷൻ, വാസോമോട്ടർ ഡിസ്റ്റർബൻസ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. Talking about ependyma, ependyma is due to the proliferation of ependymal cells. എപ്പൻഡൈമ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CSFൻ്റെ ഫ്ലോവിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയും അങ്ങനെ ഇൻറ്റേർണൽ ഹൈഡ്രോസെഫാലസ് ഉണ്ടാക്കുകയും ചെയ്യും.